ലോകത്തെ വ്യാപാരത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും ലോകത്തെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈന എന്തുകൊണ്ട് ഇടം പിടിക്കുന്നില്ല? കാരണം ചൈനയുടെ ആളോഹരി വരുമാനം ഉയരുന്നില്ല. പകരം ആഭ്യന്തര ഉൽപാദനം മാത്രമാണ് ഉയരുന്നത്. ചൈനയിലെ 80% ജനങ്ങളും ഫാക്ടറികളിലെയും കൃഷി സ്ഥലങ്ങളിലെയും തൊഴിലാളികളാണ്. ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നത് 12 മണിക്കൂറാണ്. നിത്യവൃത്തിക്കുള്ള പണമല്ലാതെ അധികമായി സമ്പാദിക്കാൻ ഈ 80% ആളുകൾക്കും കഴിയുന്നില്ല. കുറഞ്ഞ ചെലവിൽ ഉൽപാദനം നടത്തിയാണ് ആഗോളതലത്തിൽ ചൈന വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത്. ഒട്ടുമിക്ക രാജ്യങ്ങളിലും തൊഴിൽ നിയമങ്ങൾ ശക്തമാണ്. എന്നാൽ ചൈനയിൽ തൊഴിൽ നിയമങ്ങൾ ദുർബലമാണ്. കൂടുതൽ ഉൽപാദനം, കുറഞ്ഞ കൂലി എന്നതാണ് ചൈനയിലെ രീതി. അതുകൊണ്ട് തന്നെയാണ് വൻകിട കമ്പനികളെല്ലാം തങ്ങളുടെ ഫാക്ടറികൾ ചൈനയിലേക്ക് മാറ്റിയത്. യുഎസുമായുള്ള താരിഫ് യുദ്ധം തുടങ്ങിയതോടെ പല കമ്പനികളും ചൈനയ്ക്ക് പുറത്തേക്ക് മാറുന്നതിനെ പറ്റി ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയത്. താരിഫിൽ ചൈനയ്ക്ക് വലിയ പരിക്ക് പറ്റിയെന്ന അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോഴിതാ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ചൈനയിൽ നിന്ന് വരുന്നത്. ചൈനയുടെ തൊഴിൽ രീതി പൊതുവെ അറിയപ്പെടുന്നത് 996 എന്നാണ്. രാവിലെ 9 മുതൽ രാത്രി 9 വരെ, ആഴ്ചയിൽ 6 ദിവസം ജോലി എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് 996. ചൈനയിലെ ഒട്ടുമിക്ക കമ്പനികളും തങ്ങളുടെ തൊഴിലാളികൾ 12 മണിക്കൂർ ജോലി ചെയ്യണമെന്ന നിലപാടുകാരാണ്. പലരും രാവിലെ 9-നെത്തി പരമാവധി ജോലി ചെയ്യണമെന്ന ശാഠ്യം പിടിക്കും. ഫാക്ടറികളിൽ മാത്രമല്ല, സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ പോലും ഈ രീതിയാണ് തുടരുന്നത്. അടുത്തിടെ ചൈനീസ് പരമോന്നത കോടതി ഈ തൊഴിൽ രീതി നിയമപരമല്ലെന്ന് വിധി പുറപ്പെടുവിച്ചിരുന്നു. അതോടെ 996 രീതി മാറ്റാൻ കമ്പനികൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. പല കമ്പനികളും തൊഴിലാളികളെ വൈകുന്നേരം 6:30-ക്ക് തന്നെ വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ തുടങ്ങിയെന്ന് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചൈനയിലെ മുൻനിര ഹോം അപ്ലയൻസ് നിർമ്മാതാക്കളായ മിഡിയ വൈകുന്നേരം 6:20-ന് തന്നെ തൊഴിലാളികളെ ഫാക്ടറി വിട്ടുവെന്ന് ഉറപ്പാക്കുവാൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി വാർത്തയിൽ പറയുന്നു. ഡ്രോൺ നിർമ്മാണ രംഗത്ത് മുൻനിരക്കാരായ DJI രാത്രി 9 മണിക്ക് ശേഷം ഓഫീസ് പ്രവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്നതായി ദി എക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. തൊഴിലാളികളെ കൊണ്ട് കൂടുതൽ ജോലി എടുപ്പിക്കുന്നതിൽ കുപ്രശസ്തി ആർജിച്ച കമ്പനിയാണ് DJI. ചൈനയിലെ തൊഴിൽ നിയമം അനുസരിച്ച് ദിവസം 8 മണിക്കൂറും ആഴ്ചയിൽ 40 മണിക്കൂറുമാണ് തൊഴിൽ സമയം. മാസത്തിൽ 36 മണിക്കൂർ വരെ ഓവർ ടൈം നിയമപ്രകാരം അനുവദിക്കുന്നു. പക്ഷേ കമ്പനികളൊന്നും ഈ നിയമം പാലിക്കുന്നില്ലെന്ന് മാത്രം. അതേസമയം കഠിനാധ്വാനവും കൂടുതൽ സമയം തൊഴിലിടങ്ങളിൽ ചെലവിടേണ്ടി വരുന്നതുമായ ജോലികളോട് ചൈനീസ് യുവത്വത്തിന് താല്പര്യം കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സമ്മർദ്ദം കുറഞ്ഞ ജോലികളിലേക്ക് പലരും മാറുന്നതായി കാണുന്നു. ശമ്പളം കുറവാണെങ്കിലും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് കൂടുതൽ സമയം നീക്കിവെക്കുവാൻ യുവത്വം തീരുമാനിച്ചതും തൊഴിലുടമകളെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഏറെ സമയം ജോലി ചെയ്തിട്ടും മെച്ചപ്പെട്ട ജീവിത ഭദ്രത കൈവരിക്കുവാൻ സാധിക്കാത്തത് ചൈനീസ് യുവാക്കളുടെ മനോഭാവ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്.